ടൂറിസ്റ്റ് വാണിജ്യ കുടുംബ സർക്കാർ സന്ദർശന വിസകൾക്ക് അപേക്ഷിക്കാനുള്ള ഔദ്യോഗിക ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ കുവൈറ്റ് വിസ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. https://kuwaitvisa.moi.government.kw എന്ന വെബ്സൈറ്റ് വഴി വ്യക്തികൾക്ക് വിവിധ തരം ഈ വിസകൾക്ക് അപേക്ഷിക്കാനും അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അറിയാനും വിസ വിവരങ്ങൾ പരിശോധിക്കാനും മറ്റ് ഇമിഗ്രേഷൻ സംബന്ധമായ സേവനങ്ങൾ നേടാനും സാധിക്കും. പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരവും ആഭ്യന്തര മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അദ്വാനിയുടെ മേൽനോട്ടത്തിലുമാണ് ഈ പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയമപരമായ ചട്ടങ്ങൾക്കും റെസിഡൻസി കാര്യങ്ങളുടെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി കുവൈറ്റ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ വിസകളുടെ വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. ടൂറിസ്റ്റ് വിസ ആർക്കൊക്കെ അപേക്ഷിക്കാം? വിനോദസഞ്ചാരത്തിനും വിനോദത്തിനും വേണ്ടി കുവൈറ്റ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് താമസ കാലാവധി പ്രവേശന തീയതി മുതൽ 3 മാസം വരെ. വാണിജ്യ വിസ ആർക്കൊക്കെ അപേക്ഷിക്കാം? ബിസിനസ് ആവശ്യങ്ങൾക്കായി കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക്, അതായത് മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിനും കോൺഫറൻസുകൾക്കും പ്രാദേശിക കമ്പനികളുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനും വരുന്ന ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സുകാർ, വിദേശ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ, പ്രധാന കമ്പനികൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന പ്രാദേശിക കമ്പനികൾക്ക് ഇത് ലഭ്യമാണ്. താമസ കാലാവധി പ്രവേശന തീയതി മുതൽ 1 മാസം വരെ. കുടുംബ സന്ദർശന വിസ ആർക്കൊക്കെ അപേക്ഷിക്കാം? കുവൈറ്റിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ വിസ നൽകി വരുന്നത്. കുവൈറ്റിൽ താമസിക്കുന്ന ഒരു കുടുംബാംഗം വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. താമസ കാലാവധി പ്രവേശന തീയതി മുതൽ 1 മാസം വരെ. സർക്കാർ സന്ദർശന വിസ ആർക്കൊക്കെ അപേക്ഷിക്കാം? ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കുവൈറ്റ് സന്ദർശിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം. അന്താരാഷ്ട്ര കോൺഫറൻസുകളിലോ ഉഭയകക്ഷി സർക്കാർ മീറ്റിംഗുകളിലോ പങ്കെടുക്കുന്നവർക്ക് ഇത് ബാധകമാണ്. ആവശ്യകതകൾ ആതിഥേയ സർക്കാർ ഏജൻസിയുടെ ഔദ്യോഗിക ക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. പ്രത്യേക നയതന്ത്ര പ്രോട്ടോകോളുകൾക്ക് വിധേയമായിരിക്കും. താമസ കാലാവധി പ്രവേശന തീയതി മുതൽ 1 മാസം വരെ. സുരക്ഷാ നിയമപരമായ ആവശ്യകതകൾ. എല്ലാ സന്ദർശന വിസകളും സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാണെന്നും സന്ദർശകന്റെയും സ്പോൺസറുടെയും അല്ലെങ്കിൽ സർക്കാർ എല്ലാ സഹായ രേഖകളും ആവശ്യമാണെന്നും മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു. ടൂറിസ്റ്റ് സന്ദർശനങ്ങൾക്ക് ആവശ്യമായ പ്രത്യേക രേഖകളും ഇതിൽ ഉൾപ്പെടും. വിസ വ്യവസ്ഥകൾ ലംഘിക്കുന്നത്, അനുവദനീയമായ താമസ കാലാവധി കവിയുന്നതോ വിസയുടെ ഉദ്ദേശം ദുരുപയോഗം ചെയ്യുന്നതോ ഉൾപ്പെടെയുള്ളവയ്ക്ക് കഠിനമായ നിയമപരമായ പിഴകൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി.